അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി മലയാളം ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലെ ഒരു പ്രോബ്ലം ഇല്ലാതെ ചെന്നൈയിലെ EVP ഫിലിം സിറ്റിയിൽ നടക്കാൻ പോവുകയാണ്. സീസൺ 3 നമ്മളൊരു തട്ടിക്കൂട്ടിയുള്ള ഫിനാലെ കണ്ടെങ്കിലും നമ്മുടെ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഫിനാലെ ഇന്ന് വരെ നമുക്ക് ചെന്നൈയിലെ EVP ഫിലിം സിറ്റിയിൽ, അതായത് ഇപ്പം ബിഗ് ബോസ് നടക്കുന്നിടത്ത് 2ഉം 3 ഒക്കെ നടന്നെങ്കിലും നമുക്കിത്തി സമാധാനത്തോടെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്തവണ സമാധാനത്തോടു കൂടി നമുക്ക് ചെന്നൈയിലെ EVP ഫിലിം സിറ്റിയിലെ ഫിനാലെ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണ്. നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ആരൊക്കെ ഏതൊക്കെ ദിവസങ്ങളിലായിട്ടാണ് ബിഗ് ബോസ് വീടിനകത്തേക്ക് റീ എൻട്രി ചെയ്യാൻ പോകുന്നത് നമ്മളെ എക്സ് കണ്ടസ്റ്റൻസ്, എന്താണ് അവസ്ഥകൾ? നമ്മൾ സീസൺ 1ൻ്റെ ഫിനാലെ കണ്ടു, മുംബൈയിൽ 2ൻ്റെ ഇല്ലായിരുന്നു, 3ൻ്റെ തട്ടിക്കൂട്ടി അവിടെ EVPയിൽ നടത്തി. 4ൻ്റെ നമ്മൾ ഏറ്റവും വലിയ മുംബൈ ഫിലിം സിറ്റിയിലെ അവിടുത്തെ എന്താ പറയുക മുംബൈ ഫിലിം സിറ്റിയിൽ കണ്ടു. അടുത്ത് 5ൻ്റെ ജോർജൻ ഫിലിം സിറ്റിയിൽ കണ്ടു. 6ൻ്റെത് ആദ്യമായിട്ട് EVP ഫിലിം സിറ്റിയിൽ നടക്കാൻ പോവുകയാണ്. തമിഴ് ബിഗ് ബോസിൻ്റെ എപ്പോഴും അവിടെ തന്നെയാണ് നടക്കുന്നത്. മലയാളം ബിഗ് ബോസ് 3യുടേതും അവിടെ തന്നെയാണ് തട്ടിക്കൂട്ടി നടത്തിയത്. ഇത്തവണയെങ്കിലും സമാധാനപരമായിട്ട് കൊറോണയും പ്രളയവും ഒന്നും ഇല്ലാതെ കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇനി 10 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ അപ്ഡേറ്റുകൾ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ജെനുവിൻ ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മെയിനായിട്ട് ഇന്ന് പറയാനുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസിൻ്റെ റീ എൻട്രി ആണ്. ഔട്ടായി പോയിട്ടുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ബിഗ് ബോസ് വീടിനകത്തേക്ക് വരുന്ന തീയതികൾ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഡീറ്റെയിൽ ആയിട്ട് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ഓരോ ദിവസവും ഇന്ന ആൾക്കാരെന്ന് പറഞ്ഞ് കിട്ടിയിട്ടില്ല. എന്നാലും അറിയാൻ പറ്റുന്നത് ജൂൺ 8-ാം തീയതി മുതൽ, ഓൾറെഡി ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, അതുപോലെ തന്നെയാണ് ഇപ്പോഴും അറിയുന്നത്. ജൂൺ 8-ാം തീയതി മുതൽക്കാണ് എല്ലാവർക്കും ഫ്ലൈറ്റ്. ജൂൺ 8-ാം തീയതി ഉള്ളവരുണ്ട്, 9-ാം തീയതി ഉള്ളവരുണ്ട്, 10-ാം തീയതി ഉള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജൂൺ 8 മുതൽക്ക് കണ്ടസ്റ്റൻസ് കുറച്ച് പേര് വീതം ചെന്നൈയിൽ എത്തും. 8-ാം തീയതി ശനിയാഴ്ചയാണ്. 8-ാം തീയതി എത്തിയിട്ട് ഞായറാഴ്ച 9-ാം തീയതി കയറും. ഞായറാഴ്ച 9-ാം തീയതി കയറി കഴിഞ്ഞാൽ തിങ്കളാഴ്ച 10-ാം തീയതി മുതൽ നമുക്കത് കാണാം. എപ്പിസോഡിൽ നമുക്ക് അല്ലെങ്കിൽ ലൈവിൽ നമുക്ക് കാണാം തിങ്കളാഴ്ച മുതൽ. ഇനി ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗബ്രി എന്ന് വരും കണ്ടന്റ് കിട്ടണമല്ലോ, ഗബ്രി എന്ന് വരും എന്നൊക്കെ. ഞാൻ അറിഞ്ഞത്, ഞാൻ കൺഫേംഡ് ഒന്നും പറയുന്നില്ല, 11-ാം തീയതി എന്നാണ്. അതിന് ഫ്ലൈറ്റ് ആണോ എൻട്രി ആണോ എന്നറിയില്ല. 11-ാം തീയതി ഗബ്രി എത്തും എന്നുള്ള ഒരു വാർത്തയാണ് അറിയുന്നത്. ഏതാണ്ട് ഒരു 90% ഞാൻ പറയുന്നുള്ളൂ. 11-ാം തീയതിയാണ് ഗബ്രിയുടെ കാര്യം അറിയുന്നത്. അപ്പം ഇന്ന് ലൈവിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ശോകമൂക അവസ്ഥയാണ്. നമ്മുടെ ആ ടാസ്ക് കഴിഞ്ഞിട്ട് ഉർവശി മാമൊക്കെ വന്നു പോയി. എനിക്ക് വലിയ കാര്യമായിട്ട് എന്നത് പറയാനൊന്നും തോന്നാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പിന്നെ ഇപ്പം സ്പോൺസർ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നുമില്ല, കണ്ടന്റുകളൊന്നുമില്ല, നാളത്തെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടുമില്ല ഇതുവരെ. കിട്ടുവാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം, അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.